മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 1.5 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ അനിശ്ചിതത്വത്തിൽ തുടരുമ്പോൾ പ്രഖ്യാപിച്ച പദ്ധതി കൃത്യസമയത്ത് പൂർത്തിയാക്കി മാതൃകയാവുകയാണ് മുസ്ലിം ലീഗ്. ദുരന്തം കവർന്നെടുത്ത ജീവിതങ്ങൾക്ക് കൈത്താങ്ങായി ലീഗ് നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പിൽ ഇന്ന് മംഗളകരമായ ഗൃഹപ്രവേശം നടന്നു കഴിഞ്ഞു. 2 മാസം മുമ്പ് താക്കോൽ കൈമാറ്റം നടന്ന 51 സ്നേഹഭവനങ്ങളിലേക്കാണ് ഗുണഭോക്താക്കൾ ഇന്ന് താമസം മാറിയത്. ഫെബ്രുവരി അവസാന വാരം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രിയങ്കാ ഗാന്ധിയും ചേർന്ന് താക്കോൽ കൈമാറിയ വീടുകളിലാണ് ഗൃഹപ്രവേശനം നടന്നത്. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം 1.5 വർഷത്തോളം വാടക വീടുകളിലും ബന്ധു വീടുകളിലും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്കാണ് ഇതോടെ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. സർക്കാർ നൽകുന്ന പുനരധിവാസ പാക്കേജുകളിലെ മെല്ലപ്പോക്കിനെതിരെ ദുരന്തബാധിതർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ലീഗിന്റെ അതിവേഗത്തിലുള്ള ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ദുരന്തമുണ്ടായ ഉടനെ തന്നെ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് വെറും പ്രഖ്യാപനത്തിലൊതുക്കാതെ അത് പ്രവൃത്തിപഥത്തിലെത്തിച്ചു. 11.22 ഏക്കർ ഭൂമി 14.13 കോടി രൂപയ്ക്ക് വാങ്ങി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു ടൗൺഷിപ്പാണ് മനോഹരമായ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട തൃക്കൈപ്പറ്റ വെള്ളിത്തോട്ടിൽ ഉയർന്നിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പുനരധിവാസം വേണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യം മുൻനിർത്തിയാണ് മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്ന് 11.22 ഏക്കർ ഭൂമി മുസ്ലിം ലീഗ് വാങ്ങിയത്. 14.13 കോടി രൂപ ചെലവഴിച്ചാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. ഓരോ വീടും 8 സെന്റ് ഭൂമിയിൽ 1060 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പണി തീർത്തിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, 2 ശുചിമുറികൾ, ഡൈനിങ് ഹാള്, അടുക്കള, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എന്നിവ അടങ്ങുന്ന വീടുകൾ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയതാണ്. വീടിന്റെ മുൻവശം ഇഷ്ടികപ്പാകി മനോഹരമാക്കിയിട്ടുണ്ട്. മാത്രമല്ല താമസം തുടങ്ങുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും ലീഗ് സൗജന്യമായി നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു നിലയിലാണെങ്കിലും ഭാവിയിൽ കുടുംബങ്ങൾക്ക് മുകളിലേക്ക് വീട് ഉയർത്താൻ ആവശ്യമായ കരുത്തുറ്റ തറയോടുകൂടിയാണ് നിർമ്മാണം. ടൗൺഷിപ്പിലെ ശുദ്ധജല ലഭ്യതയ്ക്കായി വലിയ കിണറും കൂറ്റൻ ടാങ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. 7 മീറ്റർ വീതിയുള്ള ടൈൽ പാകിയ റോഡുകൾ ടൗൺഷിപ്പിനുള്ളിലുള്ള സഞ്ചാരം സുഗമമാക്കുന്നു. ഇതിനു പുറമെ കമ്മ്യൂണിറ്റി ഹാൾ, കുട്ടികൾക്കുള്ള പാർക്ക്, അംഗൻവാടി എന്നിവയ്ക്കുള്ള സ്ഥലം ഇവിടെ നീക്കിവെച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മതസൗഹാർദ്ദ പാരമ്പര്യം വിളിച്ചോതുന്നതാണ് ടൗൺഷിപ്പിന്റെ സ്ഥാനം. സമീപത്തായി ശിവക്ഷേത്രവും ക്രിസ്ത്യൻ പള്ളിയും മസ്ജിദുകളും സ്ഥിതി ചെയ്യുന്നു. സർക്കാരിന്റെ ഗുണഭോക്തൃ പട്ടികയിലുള്ളവരിൽ നിന്ന് അർഹമായവരാണ് ലീഗ് വീടുകൾക്കായി തിരഞ്ഞെടുത്തത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 51 വീടുകൾക്ക് പുറമെ ബാക്കി 54 വീടുകളുടെ നിർമ്മാണം ഇതേ പ്രദേശത്ത് അതിവേഗം പുരോഗമിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം അടിയന്തര സഹായം നൽകിയും വ്യാപാരികൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ധനസഹായം എത്തിച്ചും മുസ്ലിം ലീഗ് ദുരിതാശ്വാസ രംഗത്ത് മാതൃകയായിരുന്നു. മുണ്ടക്കയിൽ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള പരാതി ഒരു ഭാഗത്ത് വ്യാപകമാണ്. വാടക വീടുകളിൽ കഴിയുന്ന പല കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വാടക ലഭിക്കുന്നില്ലെന്നും സർക്കാർ നൽകിയ വീടുകളിൽ പലതിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടെന്നും പല വീടുകളിൽ ചോർച്ചയുണ്ടെന്നുമെല്ലാം ആക്ഷേപം ഉയരുന്നുണ്ട്. ആ പരാതികളും പ്രശ്നങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിനും മതജാതി വേർതിരിവുകൾക്കും അതീതമായ സാമൂഹിക ദൗത്യത്തിലൂടെ മുസ്ലിം ലീഗ് പുതിയൊരു കേരള സ്റ്റോറി രചിച്ചിരിക്കുന്നത്.